ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ അതേ പൊന്നു കാറ്റഗിസത്തിന് പോവുകയാണ് കേട്ടോ. ജൂഡ്സനാണ് കൊണ്ടാക്കുന്നത്. ജൂഡ്സൺ 7 മണിയുടെ കുർബാന കഴിഞ്ഞിട്ടേ വരുള്ളൂ. പൊന്നു 9 മണിക്കത്തെ കുർബാനയെ കൂടുള്ളൂ കേട്ടോ. കാറ്റഗിസത്തിൻ്റെ പിള്ളേർക്കുള്ള കുർബാനയാണത്. അപ്പോൾ പാരൻസ് ചെല്ലാൻ പാടില്ലെന്നാണ്, എങ്കിലും ഞാൻ ആ കുർബാനയ്ക്ക് പോവുള്ളൂ, അതിനെ പോകാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഒത്തിരി പരിപാടികളൊന്നുമില്ല അടുക്കളയിൽ. ബീഫ് കറിയൊക്കെ ഇന്നലെ ഉണ്ടാക്കി. ബ്രെഡും ബീഫുമാണ് രാവിലെ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ലാത്തതാണ് ഞാൻ ഓർത്തുന്ന. പള്ളിയിൽ പോണതിന് മുമ്പ് മിറ്റമൊക്കെ അടിച്ച് എല്ലാവർക്കും ഒന്ന് ക്ലീൻ ചെയ്ത് നനച്ചൊക്കെ ഇടാൻ കരുതിയിട്ടാണ്. സാധാരണ അങ്ങനെയല്ല, സൺഡേ രാവിലെ അടിക്കൽ നടക്കാറില്ല. ചിലപ്പോൾ വൈകുന്നേരം, അതല്ലെങ്കിൽ പള്ളിയിലത്തേക്ക് കഴിഞ്ഞ് വന്ന് അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മിറ്റം അടിക്കൽ കേട്ടോ. ചില ദിവസങ്ങളിൽ മാത്രമേ ഇതുപോലെ രാവിലെ തന്നെ അടിക്കാറുള്ളൂ. സാധാരണ വീട്ടിൽ നിന്ന് ആളിറങ്ങിക്കഴിഞ്ഞാൽ മുറ്റടിക്കരുതെന്നാണ് പറയണത്. പക്ഷെ നമ്മുടെ സൗകര്യം കൂടി നോക്കണമല്ലോ. അപ്പോൾ അന്ധവിശ്വാസങ്ങളെക്കാൾ വിശ്വാസത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് കരുതി ഞാൻ വേഗം മിറ്റമൊക്കെ അടിച്ചിട്ട്, ഒത്തിരി ചവറെന്ന് പറയാനായിട്ട് കാണൂല, കുഞ്ഞു കുഞ്ഞു ഇലകളായതുകൊണ്ടേ കാണൂല. പക്ഷേ അടിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ രാവിലെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വരുവാണെങ്കിലും നമുക്ക് നാണം കെടേണ്ട ആവശ്യമില്ലല്ലോ. കുഞ്ഞിലയായതുകൊണ്ട് തന്നെ ഞാൻ അടിക്കുമ്പം അതിൻ്റെ കൂടെ ഈ ചെറിയ ചെറിയ കല്ലുകളും കൂടെ പോരും കേട്ടോ. അത് വലിയ പാടാണ് കളയാനായിട്ട്. പിന്നെ കുറേയൊക്കെ ഞാൻ അവിടെ തന്നെ ഇടും. പിന്നെ അടിച്ചിങ്ങനെ വാരി എടുക്കുമ്പോഴേക്കും അതിൻ്റെ കൂടെ ചിലപ്പോൾ പോരുകയും ചെയ്യും കേട്ടോ. ജൂഡ്സം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി പറയാനായിട്ട്. മണ്ണ് മുഴുവനും വാരിക്കൊണ്ടുപോയി വഴിക്കൊണ്ട് ഇടണം എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ജൂഡ്സിനുള്ള സമയത്ത് ഞാൻ മിറ്റടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറകെ വരും കേട്ടോ. ഞാൻ വാരിക്കളഞ്ഞോളാം, അടിച്ചു കൂട്ടിയിട്ടോ എന്നും പറഞ്ഞുകൊണ്ട്. മിറ്റം അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയമുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ വഴിയും കൂടി അടിച്ചേക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. മഴയൊക്കെ ആയത് കാരണം കുറേ ദിവസമായി അടിച്ചിട്ട്. അപ്പോൾ ഇന്നലെ ജൂഡ്സൺ കുറച്ച് ചവറൊക്കെ അടിച്ച് കളഞ്ഞ്, എന്നാലും പിന്നെയും ഇലകളൊക്കെ വീണ് ചവറുണ്ട്. അപ്പം അതും കൂടി ഒന്ന് അടിച്ച് നമ്മുടെ ഫ്രണ്ടിൽ മാത്രം ഒന്ന് ക്ലീനാക്കി ഇടാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അവിടെയും കൂടി അടിച്ചേ. പുല്ല് പറിക്കലൊക്കെ ആണ്ടിന് മുമ്പ് ചെയ്യണം കേട്ടോ. അപ്പം അടിച്ച് വാരി ചൂലൊക്കെ ഒന്ന് കഴുകി വെച്ച ശേഷം ഞാൻ ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ടാ. 2 ദിവസത്തെ വെയിലേ കൊണ്ടുള്ളെങ്കിലും അത് മതി, നല്ല വെയിലായിരുന്നല്ലോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഹാങ്ങിങ് പ്ലാന്റ്സിനും ചട്ടിയിലിരിക്കുന്നതിനും താഴെ നട്ടേക്കണതിനും എല്ലാത്തിനും ഞാനൊന്ന് നനച്ചു കൊടുത്തേ. പള്ളിയിലത്തെ കഴിഞ്ഞ് വന്നിട്ട് ഈ പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കൂല കേട്ടോ. എന്തെങ്കിലും പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ വാലക്കുവാലെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ വരാനും സാധ്യതയുണ്ട് കേട്ടോ. അമ്മയുടെ ആണ്ടൊക്കെ അടുത്തിരിക്കുന്നത് കൊണ്ട് സൺഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നത്തേക്ക് വെക്കണ്ട, ഇപ്പം തന്നെ ചെയ്തേക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോകാൻ റെഡി ആവണേന്. അപ്പോഴേക്കും മണി 8:30 കഴിഞ്ഞിട്ടായിട്ടേ, 8:45 ആവാറായി. അപ്പോൾ ഓക്കെ, ബായ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്